പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് ജീവിതം ജീവിച്ചു കാണിക്കുന്ന നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതിനു മുൻപായിട്ട് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ഭരണി നക്ഷത്ര ജാതകർക്ക് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കും. പലവിധ സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും. ധനാഗമങ്ങൾ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആഗ്രഹിക്കുന്ന പല സന്തോഷ വാർത്തകളും ഇവരെ തേടിയെത്തുന്ന ദിവസങ്ങളാണ് വരുന്നത്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ത്വക്ക് രോഗം, വായുകോപം ഇവ മാറിത്തുടങ്ങും. സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും. മക്കളെ കൊണ്ട് സമാധാനം ലഭിച്ചു തുടങ്ങും. മനസ്വസ്ഥതയ്ക്ക് സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരും. വീട്ടിൽ കലഹ സാധ്യതകൾ കൂടുതലാണ്. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങുന്നതിനാൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ഈ സമയത്ത് തുടങ്ങാം. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വഴിയാത്രക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജന്തുക്കളുടെ ഉപദ്രവവും കുറഞ്ഞു തുടങ്ങും. ഇനി മകയിരം നക്ഷത്രജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. സുഖ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല അന്തരീക്ഷമാണ്. അഭീഷ്ടസിദ്ധിക്ക് സാധ്യതകൾ കാണുന്നു. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും. ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചില ബന്ധുജനങ്ങളുമായി കലഹങ്ങൾക്കിടയുണ്ട്. ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്രജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇഷ്ടബന്ധുജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ
സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ട്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിക്കും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. തൊഴിൽ രംഗത്ത് വിജയസാധ്യതകൾ വരികയായി. അധികാരസ്ഥാനങ്ങളിൽ ആജ്ഞാശക്തി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കേസുകാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. വീട്ടിലെ അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും. അതുപോലെ വീട് വിട്ട് തൊഴിൽ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യവും കാണുന്നു. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ ആരോഗ്യം മെച്ചമായിരിക്കുമെങ്കിലും പനി, ചുമ, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. കരാറുകാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ലഭിക്കും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കൂടുതലാകും. വിവാഹമോചന കേസുകളിൽ പരാജയം ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകും. തർക്കവിഷയങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ അവരുടെ പ്രവൃത്തികൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ സാധിക്കും. നേത്രരോഗം, ഉദരരോഗം, വാതബന്ധിയായ വേദനകൾ ഇവയ്ക്ക് സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ്. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടൊഴിയും. ധനസമൃദ്ധിക്കൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് നടക്കുകയാണ്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. പുതിയ ശയന ഉപകരണങ്ങൾ, വിശേഷ വസ്ത്രാലങ്കാര സാധനങ്ങൾ, സൗരഭ്യ വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കും. സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അലച്ചിലും കാര്യതടസ്സങ്ങളും ഒഴിവാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. മനസ്സന്തോഷവും സമാധാനവും കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും. ധനലാഭവും ധനനേട്ടവും ഒരുപോലെ പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്തൃസുഖം, സന്താനസുഖം ഇവ ഉണ്ടാകും. പല കാര്യങ്ങൾക്കും സമൃദ്ധമായ നേതൃത്വം നൽകാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ശത്രുപീഡകളെ അതിജീവിക്കും. ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. അഗ്നിപീഡ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും. ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉടലെടുക്കും. വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങൾ അതിജീവിക്കും. സ്വയം തിരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായി തന്നെ നടക്കും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. തൊഴിൽ രംഗം സമ്മിശ്ര ഫലമായിരിക്കും. ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പലതരത്തിലുള്ള അനർത്ഥങ്ങൾക്കും ഇടയുണ്ട്. ആവശ്യമില്ലാതെ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. നേത്രരോഗം, വായുകോപം, സന്ധിവേദന ഇവയുണ്ടാകും. കേസുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കളെ കൊണ്ട് സമാധാനം കുറയും. ബന്ധുജനങ്ങളുമായിട്ട് സഹായം ലഭിക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. നാൽക്കാലി വളർത്തൽ, അവയുടെ വിൽപ്പന, വസ്ത്രവ്യാപാരം ഇവ ലാഭകരമാകും. പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടും. ശരീരക്ഷീണം കൂടുതലാകും. വീഴ്ചകൾക്ക് സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരം ലഭിക്കും. തൊഴിൽ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ മാറാൻ നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ
ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം വരിക്കാവുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.